സംസ്ഥാനത്തെ ബോർഡ് കോർപ്പറേഷൻ തലപ്പത്ത് ഭരണ പ്രതിസന്ധി. UDF അധികാരത്തിലേറെ 3 മാസം പിന്നിട്ടിട്ടും ചെയർമാനെയും മറ്റ് ബോർഡ് അംഗങ്ങളെയും ഇതുവരെയും നിയമിച്ചിട്ടില്ല. മുന്നണിക്കുള്ളിലെ അധികാര തർക്കവും സ്ഥാനമാനങ്ങൾക്കായുള്ള വടംവലിയുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. UDF സർക്കാർ അധികാരത്തിലേറി 3 മാസം പിന്നിട്ടിട്ടും സംസ്ഥാനത്തെ പല ബോർഡ് കോർപ്പറേഷനുകളും നാഥനില്ലാതെ തുടരുകയാണ്. ഒരേ കസേരയ്ക്കായി മുന്നണിയിലെ പല നേതാക്കൾ വടംവലി നടത്തുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. കൂടാതെ കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ തമ്മിലും തർക്കമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തവരും ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം ലഭിക്കാത്തവരും ചെയർമാൻ സ്ഥാനങ്ങൾക്കായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കോൺഗ്രസും ഒരുപോലെ ആവശ്യം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ വകുപ്പായ പ്രവാസി ക്ഷേമ ബോർഡിലും നിലവിൽ പ്രതിനിധികളായിട്ടില്ല. പ്രവാസി ക്ഷേമനിധി ബോർഡിൽ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം നൽകില്ലെന്ന മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തമാണ് പ്രതിസന്ധിക്ക് കാരണം. KTDC തലപ്പത്തും ഇതുവരെ ചെയർമാനായിട്ടില്ല. ഓഗസ്റ്റ് ആദ്യം ചലച്ചിത്ര, ലളിതകല, നാടക അക്കാദമികളിൽ ചെയർമാനെയും ബോർഡംഗങ്ങളെയും നിയമിക്കുമെന്ന് പറഞ്ഞ മന്ത്രി PC വിഷ്ണുനാഥിന് ഇതുവരെയും ആരെയും നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിയെ വേദിയിലിരുത്തി സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ബോർഡുകളിൽ ചെയർമാനെയും ബോർഡംഗങ്ങളെയും നിയമിക്കാത്തതിൽ അടൂർ ഗോപാലകൃഷ്ണൻ പരസ്യമായി പ്രതിഷേധവും അറിയിച്ചിരുന്നു. പദവികളിലെ തർക്കം പരിഹരിക്കാൻ UDF ഉഭയകക്ഷി ചർച്ച നടത്തുമെന്ന് തീരുമാനിച്ചെങ്കിലും ഇതുവരെ യോഗവും ചേരാൻ കഴിഞ്ഞിട്ടില്ല. യോഗം ചേരാത്തതിൽ ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കെല്ലാം വലിയ അതൃപ്തിയുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.